കാരണം അജിത്ത് നാളെ രാവിലെ 11 മണിക്ക് ബി.ജെ.പിയുടെ ഒരു മാർച്ച് തിരുവനന്തപുരത്ത് ഓപ്പറേഷനൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരുപാട് മാർച്ച് ബി.ജെ.പി നടത്തിയിട്ട് അന്നൊന്നും മേയർ രാജിവെച്ചിട്ടില്ല. അപ്പൊ ഈ മാർച്ച് കണ്ടിട്ട് മേയർ രാജിവെക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉറപ്പുണ്ടോ? രാജിവെക്കുന്നതും രാജിവെക്കാത്തതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ജനങ്ങളുടെ പക്ഷത്തു നിന്ന് സമരം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ജനപക്ഷത്തു നിന്നും പോരാടുക എന്നുള്ളത് ഒരു ജനകീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മമാണ്, അവരുടെ ധർമ്മമാണ്. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി അനുഭവിച്ചു വരുന്നതും മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന്റെ അപാകതകളും ഭരണത്തിന്റെ സ്തംഭനങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന സമരമാണ്. തീർച്ചയായിട്ടും ധാർമ്മികതയുടെ അവകാശത്തിൽ അത് രാജിവെക്കണമെങ്കിൽ ഇതിനു മുമ്പൊക്കെ രാജിവെക്കേണ്ട സമയങ്ങൾ പലതും കഴിഞ്ഞു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കത്തെഴുതി സ്വജനപക്ഷപാതങ്ങളിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മേയർ അന്ന് രാജിവെക്കേണ്ടതായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് ധാർമ്മികത എന്നുള്ള ലവലേശം ഇല്ലാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊന്നും ഭാഗമല്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഭാഗത്തു നിന്നും നാളെ നമ്മുടെ തിരുവനന്തപുരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, നഗരത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ആ ബുദ്ധിമുട്ടുകളും, സ്കൂൾ തുറക്കാൻ ഇനി 7 ദിവസം മാത്രം ബാക്കിയുള്ള ഈ സമയത്തും സഞ്ചാര യോഗ്യം പോലും അല്ലാത്ത റോഡുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഗരസഭയുടെ ഭരണവും അതുപോലെ തന്നെ ഭരണസ്തംഭനവും ഇതിനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശക്തമായ സമര പോരാട്ടങ്ങളുമായി ഇനിയുള്ള നാളുകൾ നഗരസഭയുടെ ഈ ചെയ്തികൾക്കെതിരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, താങ്കൾ പറയും മഴക്കാല ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ ഇന്ന് രാവിലെ മുതൽ മേയറുടെ ഫേസ്ബുക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓരോ മണിക്കൂർ കഴിയുന്തോറും മേയർ ഓരോ സ്ഥലത്ത് പോയി ശുചീകരണ പ്രവർത്തനം നടത്തിയതിന്റെ ഫോട്ടോ ഇടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ബി.ജെ.പി പറഞ്ഞ പ്രവർത്തനം നടത്തുന്നില്ലാന്ന്, പക്ഷെ മേയറിന്റെ ഫേസ്ബുക്കിൽ ഓരോ മണിക്കൂറും ഓരോ ഫോട്ടോ ഇടുന്നുണ്ട്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മഴക്കാലം വരുന്നതിന് മുമ്പ് പൂർവ്വകാലത്ത്, അതായത് മഴക്കാലത്തിന് തൊട്ടു മുമ്പ് നടത്തേണ്ട ശുചീകരണ പ്രവർത്തനമാണ് ഇത് മഴ പെയ്ത് നാട് മുഴുവൻ വെള്ളത്തിലായതിനു ശേഷം ശുചീകരണ പ്രവർത്തനം നടത്തുന്ന ഈ ശക്തമായ ജനങ്ങളുടെ വികാരം ഇളവിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കാണിക്കുന്ന ഒരു തത്രപ്പാട് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം, മഴക്കാലത്തിന് തൊട്ട് മുമ്പേയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഇവരിപ്പോൾ ചെയ്യേണ്ടത് എപ്പോഴായിരുന്നു? മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ഒക്കെയാണ് ഈ തരം പ്രവൃത്തികൾ ചെയ്യേണ്ടത്. അതായത് മെയ് മാസം പകുതിക്ക് മുമ്പ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമല്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ അത് മഴവെള്ളം കെട്ടാതെ ഓടകളിൽ കൂടി തീർച്ചയായിട്ടും പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവർ ചെയ്യുന്നത് മഴ ഏകദേശം പെയ്തു കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ ശക്തമായ രോക്ഷം ജനമനസ്സുകളിൽ ഉണ്ടായി അവർ തെരുവിലേക്ക് ഇറങ്ങുമെന്നുള്ള കാലഘട്ടം വന്ന സമയത്താണ് അവർ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാം. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ വാക്കിന്റെ അർത്ഥം ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അത് അത്തരത്തിൽ പ്രവൃത്തി ഇവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. പക്ഷെ അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഞാനിവിടെ ചെയ്യുന്നുണ്ട് എന്ന് കാട്ടിക്കൂട്ടുന്നതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രവൃത്തികളൊക്കെ എന്തുകൊണ്ട് നേരത്തെ നടത്തിക്കൂടാ? ഇടവപ്പകുതി വരുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ജൂൺ മാസം ഫസ്റ്റ് വീക്ക് മഴ പെയ്യുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വേനൽ മഴ പെയ്യുമെന്നും എല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ട് ഈ പ്രവൃത്തികൾ, ഈ ശുഷ്കാന്തി നേരത്തെ ചെയ്തില്ല എന്നുള്ളതാണ്. അത് നേരത്തെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടാകില്ല. അത്തരം പ്രവൃത്തികൾ ചെയ്യാതെ ഇപ്പോൾ ഈ മഴ വന്ന് ജനം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ കാലാംശത്തിൽ മഴ നല്ല കനത്തു നിൽക്കുന്ന സമയത്ത് ഈ ശുചീകരണ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ഇതൊരു പ്രഹസനമാണ്. ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങളോട് കാണിക്കുവാനുള്ള ഒരു പ്രഹസനമാണ് മാത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സമരം നഗരസഭയ്ക്ക് പുറത്ത് മാത്രമാണ്, അതോ അകത്തും മേയറിനെതിരെ കൗൺസിലർമാർ സമരം നടത്തുക? ബി.ജെ.പിയുടെ പ്രതിപക്ഷ പാർട്ടിയാണ്. അതെ, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 34 കൗൺസിലർമാരുണ്ട്. 34 കൗൺസിലർമാർ സഭയ്ക്കകത്ത് സമരം നടത്തുവാനുള്ള അവകാശം കൗൺസിലർമാർക്ക് മാത്രമാണുള്ളത്. ഇത് പാർട്ടിയുടെ തിരുവനന്തപുരം നഗര ജില്ലയിൽപ്പെടുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സമര പരിപാടിയാണ്. ആ സമരപരിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത പരിധിയുണ്ട്. അതായത് ഗേറ്റിന് അകത്തോട്ട് കയറുവാൻ സാധാരണപ്പെട്ട പ്രവർത്തകർ സാധിക്കില്ല. അത് കൗൺസിലർമാർക്ക് അകത്ത് സമരം ചെയ്യാം. പക്ഷെ പുറത്ത് സമരം ചെയ്യുവാൻ ഈ കൗൺസിലർമാരും അതുപോലെ നമ്മുടെ പ്രവർത്തകരും ചേർന്നുകൊണ്ടുള്ള ഒരു മാർച്ചാണ് ഉദ്ദേശിക്കുന്നത്. അത് നഗരസഭാ കവാടത്തിലേക്ക് ഇരച്ചു കയറുകയും ആ ശക്തമായ പ്രക്ഷോഭം നടത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു സൂചന സമരമായിട്ടാണ് നാളെ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്.